നമ്മുടെ എല്ലാ യാത്രകളും ആരംഭിക്കുന്നത് തിരുവൈക്കത്തപ്പനെ തൊഴുത് വണങ്ങിക്കൊണ്ടാണ്. ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേള കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിക്കാതിരുന്നതും ഇനി ഈ നൂറ്റാണ്ടിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തതും അടുത്ത നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്നതുമായ ആ മഹാകുംഭമേളയിലേക്ക് വൈക്കത്തപ്പൻ്റെ തൊഴുതിന് ശേഷം പോയത് ആദിത്യപുരം ഞങ്ങൾക്ക് അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. കേരളത്തിലെ ഏക സൂര്യദേവ ക്ഷേത്രം എന്നാണ് ആദിത്യപുരത്തെ പറയുന്നത്. എങ്കിലും പല സ്ഥലങ്ങളിലും സൂര്യദേവ ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ പൊതുവേ പറയുന്നത് കേരളത്തിലെ ഏക സൂര്യദേവ ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം, കടുത്തുരുത്തി. ഈ ക്ഷേത്രം വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തോട് ചേർന്ന് ഒരു അമ്പലക്കുളമുണ്ട്. അമ്പലക്കുളത്തിന് ചുറ്റും കൃഷിയിടങ്ങളാണ്. വളരെ ഭംഗിയുള്ള ഒരു പ്രദേശത്താണ് ഈ ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. ഇനി ഇവിടുന്ന് മള്ളിയൂർ ക്ഷേത്രത്തിലേക്കായിരുന്നു യാത്ര. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ ഭാഗവത സപ്താഹം നടക്കുകയാണ്. ഭാഗവത സപ്താഹത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. സാധാരണ എപ്പോഴും എത്തുന്ന ഒരു ക്ഷേത്രമാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം. മള്ളിയൂർ ശങ്കരൻ തിരുമേനി ഭാഗവതം മുഴുവനും മനഃപ്പാഠമാക്കിയ മഹാ ആചാര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ സ്ഥിരമായി ഈ ക്ഷേത്രത്തിൽ സന്ദർശിക്കാറുണ്ട്. ഭാഗവത വേദിയിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. എത്തിയപ്പോൾ കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ ഭക്തനാമ ജപലഹരി നടക്കുകയാണ്. നമ്മുടെ യാത്ര ആരംഭിച്ചത് തിരുവൈക്കത്തപ്പൻ്റെ തിരുമുറ്റത്തു നിന്ന് വൈകുന്നേരം ശിവേലിക്ക് ശേഷമാണ്. പ്രയാഗിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങൾ നമുക്കൊരു സ്വീകരണവും നൽകി.